വളരെ ചെറിയ പ്രായത്തിൽ ഒരുപാട് വലിയ വലിയ പാഷനോടുകൂടി അതിലേറെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചുണക്കുട്ടികൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാനും നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കാനുമായിട്ട് ദേ തുടങ്ങുകയാണ്. നമ്മൾ പറഞ്ഞു താമസിപ്പിക്കുന്നില്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, മധു അങ്കിൾ ആൻഡ് MJ അങ്കിൾ. വെൽക്കം. നമുക്ക് തുടങ്ങാം അല്ലേ? ടോപ്പ് സിംഗർ വേദിയിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ പെർഫോമൻസിന്റെ പാട്ടുകളും അല്ലാതെ മത്സരത്തിന്റെ ഭാഗമായിട്ടുള്ള പാട്ടുകളൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ആര്യക്കുട്ടി കുറച്ച് സമയമായിട്ട് അവിടെ വെറുതെ ഇരിക്കുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുന്നു. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പങ്കെടുക്കുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആര്യ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സ്നേഹത്തോടൊരു പാട്ട് പാടിത്തരണം. ഓക്കെ അല്ലേ? റെഡിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ ആര്യ ചേച്ചി ഓൺ സ്റ്റേജ്. ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരോളി കണ്ണനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട 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 കണ്ട തീയും മുടിയൊഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരോളി കണ്ണനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട 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 കണ്ട തീയും മുടിയൊഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. കോലത്തിരി വാഴുന്ന നാട്ടിലെ വാലിയക്കാരനെ കണ്ടു കൊതിക്കും. വെള്ളത്തുള്ളൊരമ്പ കുറെ നേരം കണ്ടു കളിയാക്കും. സാമൂതിരി കോലത്തെയാണുങ്ങ മുല്ലപ്പൂ വാസനയേറ്റുമയങ്ങും. മാലിൽ തന്നെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി വരും. പൂരമ്പൊടി പാറിയിട്ടും പുരക്കളിയാടിയിട്ടും നോക്കിയില്ല നീ, എന്നിട്ടും നീ എന്തേ. ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരുളി കണ്ണനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട 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 കണ്ട തീയും മുടിയൊഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. വച്ചൊരു കരിമ്പൂവില്ലത്തെ പടത്തലവാ വാളെടുത്ത് വീശല്ലേ ഞാനത് മുറിക്കുമ്പോ വാക്കും. അള്ളിമലർ കുളക്കടവിളയാലുതി പെണ്ണുങ്ങ കണ്ടുപിടിക്കും. നാട്ടു നടപ്പത്തവർ നമ്മുടെ കെട്ട് നടപ്പാക്കും. എന്നെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ, എന്നിട്ടും നീ എന്തേ. ചിന്നി ചിന്നി മുന്നിത്തിളങ്ങുന്ന വാരുളി കണ്ണനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട 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 കണ്ട തീയും മുടിയൊഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. സൂപ്പർ സൂപ്പർ. ഇനി ഒരു സ്പെഷ്യൽ കോംബോ ആണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ വരാൻ പോകുന്നത്. ഡിബേറ്റ് റൗണ്ട് ആണ്. പക്ഷെ ആ കോംബോനെ കഴിഞ്ഞും വേറൊരു സ്പെഷ്യൽ കോംബോ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ MJ അങ്കിളുടെ പാട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? എപ്പോഴും എല്ലാരും പറയുന്നതാണ്. ഇവിടെ കുട്ടികളായാലും ഒക്കെ വന്നിട്ട് MJ അങ്കിളുടെ പാട്ടിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് നമുക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെ MJ അങ്കിളുടെ ഒരു പാട്ട്, പക്ഷെ അത് പാടിയിരിക്കുന്നത് നമ്മുടെ മധു അങ്കിളാണെങ്കിലോ. അങ്ങനെ ഒരു പാട്ടുമായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡിബേറ്റ് റൗണ്ട് വന്നിരിക്കുന്നത്. അത് മധു അങ്കിളും ആരാ ഞാൻ പറയാം, ചിത്ര ചേച്ചി. അങ്ങനെയാണെങ്കിൽ കുട്ടൻചേട്ടന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പാടിയ പാട്ടുകളിൽ ഒന്ന് ശ്യാമമോഹിനി ആ പാട്ടുണ്ട്. ചെന്താർമിഴി പൂന്തേ മൊഴി ഏതായിരിക്കും? എനിക്ക് തോന്നുന്നു അതെ, പെരുമഴക്കാലത്തിലെ ഒരു ഹിറ്റ് സോങ്, നമുക്ക് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങുമായിട്ട് ഇപ്പൊ ഈ വേദിയിൽ എത്താൻ പോകുന്നത് നമ്മുടെ ദുർഗക്കുട്ടിയും സാരംഗുമാണ്. ഓ ഇതാരൊക്കെയാണ്? പാലക്കാട്ടിൽ നിന്ന് വന്നിരിക്കുക. മുണ്ടെടുത്തിട്ട് കൽപ്പാത്തി ഗ്രാമത്തിൽ രണ്ടുപേർക്കും നടക്കാൻ പറ്റില്ല. ഹലോ
ഹലോ ഹലോ ഹായ് നല്ല രസമാണ് വണക്കം മാമി എപ്പടി ഇരിക്കീങ്ക നല്ല ഇരിക്കீங்களா ഓ ശരി ശരി കണ്ടാ മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ നല്ല രസം നല്ല രസമുണ്ട് പിന്നെ പാട്ടിപ്പോ പറഞ്ഞു ചിന്താർമിഴിയാണെന്ന്, അതിന്റെ മറ്റു ഡീറ്റെയിൽസ് പറയാമോ? ലിറിക്സ് കൈതപ്പുറം ദാമോദരൻ സാർ, ഉം. മ്യൂസിക് എം ജയചന്ദ്രൻ സാർ, പാടിയത് മധുവങ്കളും ചിത്രാമ്മയും, സിനിമ പെരുമഴക്കാലം, ഇയർ 2004. രണ്ടുപേരും വേറെ വേറെ പ്രാക്ടീസ് ചെയ്തോ അതോ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്തോ? ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്ത്. ഡ്യുവറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നായി തന്നെ വരണം, ലയിച്ച് വരണം. ലയിച്ച് വരണം. ഓക്കെ, സാർ ഓക്കെ. അപ്പൊ ലയിച്ച് പാടട്ടെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു. ഊഞ്ചൽ ആടിനാ കണ്ണൂഞ്ചൽ ആടിനാ പൊന്നൂഞ്ചൽ ആടിനാ കാഞ്ചനമാലേ മനമകൾ താ ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാമെൻ കൺമണി ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിലെ പൊന്മാനോ പാൽ കടവോ ജീവനിൽ ഉരുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗാ നൈർമല്യമാ
ഗുഡ് വെരി ഗുഡ് താങ്ക് യു വെരി നൈസ്. താങ്ക് യു സാർ. ഇവിടെ തല്ലാണ്. ആരാദ്യം പറയണം? ആരാദ്യം പറയും? ഞാൻ പറഞ്ഞു മധു പറഞ്ഞാൽ മതി. അപ്പൊ മച്ചേടൻ പറഞ്ഞു MJ സാർ പറഞ്ഞാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടുപേരും മിണ്ടാതിരി, ഞാൻ പറയാന്ന് പറഞ്ഞു. ദുർഗക്കുട്ടി, സാരംകുട്ട, എന്തോ? കിഡിലെ സെലക്ഷൻ. താങ്ക് യു. രണ്ടുപേരുടെയും വോയിസിന് പറ്റിയ പാട്ട്. അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കോസ്റ്റ്യൂമും ആ വന്ന് നിന്ന നിപ്പും ആ പാട്ട്, എസ്പെഷ്യലി ദുർഗക്കുട്ടി ഫസ്റ്റ് ആ ഓപ്പൺ ചെയ്തില്ലേ, ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിട്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. യൂഷ്വലി ദുർഗക്കുട്ടിയുടെ വോയിസിൽ അത്ര ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ടുകൾ നമ്മൾ അധികം കേട്ടിട്ടില്ല. അങ്ങനെ കേൾക്കാതെ ആ ഒരു ഓപ്പണിങ് അങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. ദുർഗക്കുട്ടിയുടെ വേറെ തന്നെ ഒരു ഫ്ലേവർ പുറത്തേക്ക് വന്ന പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങിയില്ലേ നമ്മുടെ സാരംകുട്ടൻ, ചെന്താർമിഴി, കിടിലൻ. ഈ പാട്ടൊക്കെ ഈ ഏജിൽ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സലന്റ്. കുറച്ച് പിച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ സാരംകുട്ട വരിമറന്നു വരിമാറിപ്പോന്നു കുറച്ച് സ്ഥലങ്ങളില് ഇല്ലേ? മനസ്സിലായില്ല അല്ലേ? ഫ്ലോയില് വന്നു പോണതാ. ഇനി നിങ്ങളുടെ ചോയ്സ് ആണ്. അടുത്തത് ആര് പറയണം? ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദ സോങ്. ഡു യു വാണ്ട് ദ മ്യൂസിക്, ദ സിംഗർ? ആര് വേണം? നിങ്ങളിങ്ങനെ മിണ്ടാതെ തല്ലുകൂടാതെ. അല്ല, എന്റെ ഊഴം കഴിഞ്ഞു. അതെ. ഇനി ആര് വേണം? MJ സാർ വേണോ? 1 ആണോ 2 ആണോ? ചേട്ടൻ വേണം. ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യും. 2 ആണ്. മധുവാണ്. ദുർഗക്കുട്ടി, സാരംകുട്ട നന്നായിട്ട് പാടി രണ്ടുപേരും കേട്ടോ. ഇതെന്താ പാടിയ? ഊഞ്ചലാടിനാൽ അവസാനത്തെന്താ? കാഞ്ചനമാലൈ മനമകിഴ്ந்தாൾ. കാഞ്ചനമാലൈ മനമകിഴ്ந்தாൾ. കാഞ്ചനമാലൈ മനമകിഴ്ந்தாൾ. യെസ്. വേറെ തന്നെ ടെക്സ്ചർ വരുന്നത് ദുർഗക്കുട്ടിയുടെ അവിടെ. MJ സാറിന് തോന്നിയില്ലേ? ദുർഗക്കുട്ടിയുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലും കൂടി അത് ചില സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട് ആ വിരുദ്ധത്തില്. അത് കേൾക്കാൻ നന്നായിട്ടുണ്ട്. പിന്നെ പല ഭാഗത്തും എനിക്ക് ഇഷ്ടപ്പെട്ടു ദുർഗക്കുട്ടി പാടിയതും. നമ്മുടെ സാരംകുട്ട മിടുക്കനാണ് കേട്ടാ, മിടുക്കനാണ്. പാടാൻ മാത്രമല്ല, വാക്കുകൾ ഇൻസെർട്ട് ചെയ്യുന്ന കാര്യത്തിൽ അല്ല, അത് സാരംകുട്ടിനെ അറിഞ്ഞില്ല. അതായത് നിൻജീവനിൽ ഒഴുകുന്നു ഞാൻ, അത് നമ്മുടെ ദുർഗയുടെയാണ്. ഒഴുകുന്നു ഞാൻ എന്നാണ്. പിന്നെ നീ തണ്ടുലഞ്ഞൊരാമ്പൽ പൂവായി നിന്നപ്പോൾ പാടിയത് വന്നപ്പോൾ എന്നാണ്. പിന്നെ ലാസ്റ്റ് പല്ലവിയില് ചെന്താർമിഴി പൂന്തേൻ മിഴി എന്നാ പാടിയത്. പിന്നെ രണ്ടുപേർക്കും ചെറുതായിട്ട് ഇങ്ങനെ ശ്രുതി എന്ന് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയാൽ മതി. ബാക്കി യാതൊരു പ്രശ്നങ്ങളും എനിക്ക് തോന്നിയില്ല. വളരെ നന്നായിട്ട് പാടി രണ്ടുപേരും. ഇനി MJ സാർ പറഞ്ഞോട്ടെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പാട്ടിനെ പറ്റി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരുപാട് സൗന്ദര്യമാർന്ന അവസരങ്ങൾ എനിക്ക് തന്ന കമൽ സാറിന് ഒരു വലിയൊരു നമസ്കാരമുണ്ട് ഈ സമയത്ത്. എനിക്കും കമൽ സാറിനും നന്ദി, കുട്ടൻ ചേട്ടനോട് നന്ദി. ഞാനും അങ്ങോട്ട് ഒരു നന്ദി പറയട്ടെ മധുവിനോട്. മധു ഇത് പാടിയിരിക്കുന്നത് ഇമാക്കുലേറ്റ് ആണ്. ഇംഗ്ലീഷ് പറയണം ഇമാക്കുലേറ്റ് എന്ന് പറയുന്നത്. താങ്ക് യു. ഒരു മ്യൂസിക് കമ്പോസേഴ്സ് ഡിലൈറ്റ് ആയിട്ടാണ് മധുവും ചിത്രചേച്ചിയും ഇതിനകത്ത് പാടിയിരിക്കുന്നത്. ഈ പാട്ട് പാടുമ്പോൾ ഇതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ രാഗം, അതിന്റെ രാഗഛായ അറിയുമ്പോഴാണ് അത് കുറച്ചും കൂടെ നന്നായിട്ട് പാടാൻ പറ്റുന്നത്. ഇപ്പൊ രണ്ടുപേരും കുഞ്ഞുങ്ങളല്ലേ. ഇപ്പൊ ഷഹാന അല്ലെങ്കിൽ ദുജാവന്തി പോലത്തെ രാഗങ്ങളൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് കൈവരുന്നതല്ല. അപ്പൊ ആ രാഗം പഠിച്ചാലാണ് കൃത്യമായിട്ട് പാടാൻ പറ്റുന്നതെന്നുള്ളത്. പിന്നെ ഈ ഗംഗ എന്നുള്ളത് ഓരോ സ്ഥലത്തും പാടിയില്ലേ, അതൊന്ന് പാടാമോ? ഒരു സ്നേഹഗംഗ ഒരു സ്നേഹ ഗംഗ, അതാണ് രണ്ടാമത്തെ. ഒരു സ്നേഹഗംഗ ഒരു സ്നേഹഗംഗ. അത് അത് രാഗത്തിന്റെ ഛായ കൊണ്ടാണ്, മോളത് പഠിക്കാത്തോണ്ടാണ്. നൈർമല്യമായി, അതാണ്. അപ്പൊ അങ്ങനെ ഈ രാഗഛായയാണ്. അതുപോലെ സാരംകുട്ടൻ പാടിയതിൽ രാഗഛായയുടെ ചില പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ ഇത് ശ്രദ്ധിക്കാം, ഈ രാഗം കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് പഠിക്കാം. അങ്ങനെ വരുമ്പോൾ ഇത്തരം പാട്ടുകളൊക്കെ പാടുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് വരും. അപ്പൊ ദുർഗക്കുട്ടി, എന്തോ? ദുർഗക്കുട്ടിയുടെ ഇന്നത്തെ സ്കോർ 96.5 out of 100. സാരംകുട്ടന്റെ ഇന്നത്തെ സ്കോർ 97 out of 100. രണ്ടു പേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഓടിച്ചെന്ന് നമ്മൾ അടുത്ത പാട്ട് പഠിക്കാൻ പോവാണ് അല്ലെ? ഡിവൈഡർ കൊണ്ട് മാത്രല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കിയൊക്കെ വരാൻ കിടക്കാണ്. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു.
എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിലേ. മധുങ്കിൾ ഓ ഇനി ബാംഗ്ലൂരിൽ നിന്നുള്ള ആളാണ് എത്താൻ പോകുന്നത്. ഞെട്ടിപ്പോയി വിളിച്ചപ്പോ. അയാൾക്ക് അങ്ങനെയാ, അനുസരണ കൂടുതലായതുകൊണ്ട്. ഡെഡിക്കേഷൻ റൗണ്ട് ആണ്. വന്നു കഴിഞ്ഞിട്ട് വേണം ചോദിക്കാൻ ആർക്ക് വേണ്ടിയാണ് ഈ സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, ശരി, സോ നമ്മുടെ ശ്രീയക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ശ്രീയ സോജേഷ് ഓൺ സ്റ്റേജ്. ടോപ്പ് സിംഗറിന്റെ ബാംഗ്ലൂർ ഡേയ്സ് ആണ്. സുഖായിരിക്കുന്നോ? സുഖാണ് മാം. എന്ത് പറഞ്ഞു എല്ലാരും പാട്ടൊക്കെ കേട്ടിട്ട്? പാട്ടൊക്കെ കേട്ടിട്ട് നല്ല രസമുണ്ട്. ഇനിയും ബെറ്റർ ആയിട്ട് ഇതൊക്കെ വരും. ആരൊക്കെയാ പറഞ്ഞേ? അച്ഛനും ആ. പിന്നെ എല്ലാരും ഫാമിലി ഫാമിലി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പിന്നെ ഈ വ്യൂവേഴ്സ് ഒക്കെ ഓഡിയൻസ് ഒക്കെ മെസ്സേജ് ആണോ? അയക്കുന്നുണ്ട്. ആഹാ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ മിടുക്കി. ഇനി ഇഷ്ടംപോലെ ആരാധകരുണ്ടാവട്ടെ. താങ്ക് യു. ഫാൻസ് ഇഷ്ടംപോലെ ഉണ്ടാവട്ടെ. ഉണ്ടോ? ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടോ അല്ലേ? ആ അടിപൊളി. Yes. അപ്പൊ ഇത് ഡെഡിക്കേഷൻ റൗണ്ട് അല്ലേ ശ്രീകുട്ടി? ആ, ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട്? അച്ഛന് വേണ്ടിയാണ് ഡെഡിക്കേഷൻ. അച്ഛന് വേണ്ടിയിട്ടാണ്. ആഹാ. ഇതെന്താ സംഭവം ശ്രീയക്കുട്ടി? ഈ സിതാര മാമിനെ കണ്ടത് എൻ്റെ അച്ഛൻ എന്നെ 3 ഒറിജിനൽ ആൽബംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓ ഓ. അപ്പോൾ ദാറ്റ് വേ എനിക്ക് എൻ്റെ ഒരു വെൽ നോൺ മ്യൂസിഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ഞങ്ങളൊരു കാഫേയിൽ പോയതാണ്. അവിടെ സിതാര മാമിൻ്റെ ഇടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു- അവിടെയാണോ ഇത്? അവിടെ മാമിനെ വിളിച്ചിട്ട് മാമ എന്നെ കണ്ടതാണ്. ആഹാ. ഓ അത് ശരി. ആഹാ. പിന്നെ ഞാൻ രാഹുൽ ലക്ഷ്മൺ സാറിൻ്റെ കൂടെ കുറച്ച് പാട്ട് ചെയ്തിട്ടുണ്ട്. ആഹാ. അപ്പോൾ അവരുടെ കൂടെ സ്റ്റുഡിയോ എന്നുള്ള ഫോട്ടോസാണ് അവരും അവരെ മെമ്പേഴ്സും. അത് ശരി. പിന്നെ ഞാനൊരു ആക്ടിങ് വർക്ക്ഷോപ്പിന് പോയിരുന്നു. ഉം. അപ്പോൾ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നതാണ് സർ. അതുകൊണ്ട് അവിടെ സിബി ചേട്ടന്റെ വളരെ അടുത്ത ബന്ധുവാണ് നമ്മുടെ ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഫീമെയിൽ സിംഗർ സെബ ടോമി. അതെ അതെ. പിന്നെ ഞാൻ ഒരു ഭക്തി ഗാനം ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പാടിയിട്ട് CD-യിൽ വന്ന പിക്ചറാണ്. ആണല്ലേ? വെരി ഗുഡ് അപ്പൊ വെരി ഈ ഗുഡ്. മൊമെന്റ്സ് എല്ലാം സമ്മാനിച്ചത് create ചെയ്തത് അച്ഛൻ വഴിയാണ് അല്ലേ? ആ. അച്ഛനാണ് ഇതിനൊക്കെ കൊണ്ടുപോകുന്നത്. എപ്പോഴും ശ്രീയക്കുട്ടിയുടെ കൂടെ എപ്പോഴും ഇങ്ങനെ നടക്കുന്നത് അച്ഛയാണ് അല്ലേ? MJ നമുക്കൊരു വീഡിയോയും കൂടെ കാണാവേ. ആ. थोड़ी सी चुप चुप के मैंने थोड़ी सी चुप चुप के टुकड़ा टुकड़ा से के सपना खून बनाया. അന്നേ ഉണ്ട് ഈ വെൽവെറ്റ് വോയിസ്. थोड़ी सी बुन बुन के मैंने थोड़ी सी बुन बुन के टुकड़ा टुकड़ा से के सपना खून बनाया. ആ മുഖം പോണോ അതെ 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 അതെ. ഇപ്പൊ എത്ര അപ്പോഴേ പ്രായമുണ്ട്? അച്ഛനെ നോക്കിയിട്ടാ പാടുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ എത്ര വയസ്സുണ്ട്? അല്ല ഇത് 5 വയസ്സുണ്ട്. ആണോ? അയ്യോ. ഓ, ശരി. അത് ലിറിക്സ് നോക്കി കഴിഞ്ഞാല് ആ. അത് സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന അമീർ ഖാന്റെ ആ, പടത്തിൽ ആ, ആ. ലിറിക്സ് മുഴുവൻ തെറ്റാണ്, പക്ഷെ അന്നൊരു ഇൻഹിബിഷനും ഇല്ല. ഓ, ഓക്കേ. ആ. ട്യൂണ് ഏത് ട്യൂണ് കിട്ടിയാലും എന്തെങ്കിലും ലിറിക്സ് ഒപ്പിച്ച് പാടി. പാടുമല്ലേ? ഓ, എന്റെ ശരി. അനിയത്തി അങ്ങനെ തന്നെയാ. പാടുമ്പോ ലിറിക്സ് ഒക്കെ അവിടെ ഇവിടെ ആയിരിക്കും. ഓ അത് ശരി. അപ്പൊ ശ്രീകുട്ടി, യെസ് മാം. അച്ഛൻ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണല്ലേ ഈ പാട്ട്? യെസ് മാം. വേറെ ഒരു സമ്മാനം കൂടി ഉണ്ടല്ലോ അച്ഛന്. ആ അച്ഛനൊരു ചെറിയ സർപ്രൈസ് ഉണ്ട് പാട്ടിന്റെ മുന്നേ. എന്താ അത്? ഓഗസ്റ്റ് 9 ഒരു ആക്സിഡന്റിൽ മോൻ ഞങ്ങളെ വിട്ടു പോയി. പോകുന്നതിന്റെ തലേ ദിവസം എന്നോട് പറഞ്ഞു ഫ്ലവേഴ്സിൽ വിളിക്കും, അമ്മ അവളെ കൊണ്ടുപോണേന്ന് പറഞ്ഞു. കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴുത് വീട്ടിലേക്ക് വരുമ്പോഴാ ചടങ്ങിന്റെ തലേ ദിവസമാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ നിന്ന് വിളിക്കുന്ന ഫസ്റ്റ് ഓഡിയേഷന് സെലക്ഷൻ ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾക്കത് സന്തോഷിക്കാനുള്ള ഒരു ആയിരുന്നില്ല. അവന് വേണ്ടി വരും പോലെയാണ് സെക്കൻഡ് ഓഡിയേഷൻ വന്നത്. ഇറങ്ങിയപ്പോൾ അമ്മ ഞാൻ ചേട്ടനോട് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മോൻ്റെ ഫോട്ടോയിൽ തൊഴുതിട്ടാണ് അവൾ ഇറങ്ങിയത്. മോൻ്റെ ഇങ്ങനെ അസ്ഥി നിമഞ്ജനം ചെയ്തിട്ട് വന്ന് വീട്ടിൽ കയറിയപ്പോഴാണ് വരുന്നത് സെക്കൻഡ് ഓഡിയേഷനിൽ നിന്ന് സെലക്ഷൻ ആയത്.
അപ്പൊ ശ്രീകുട്ടി, യെസ് മാം. അച്ഛൻ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണല്ലേ ഈ പാട്ട്? യെസ് മാം. വേറെ ഒരു സമ്മാനം കൂടി ഉണ്ടല്ലോ അച്ഛന്. അച്ഛനൊരു ചെറിയ സർപ്രൈസ് ഉണ്ട് പാട്ടിന്റെ മുന്നേ. എന്താ അത്? ഒരു ലെറ്റർ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പാട്ട് ഞാൻ അച്ഛന് മാത്രല്ല വേറെ എല്ലാ ഫാദേഴ്സിനും ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആര്യ മാം അത് റിവീൽ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു വിഷാണ്. ആര്യ മാമും അച്ഛനോട് ഭയങ്കര ക്ലോസ് ആണെന്ന് അറിയാതുകൊണ്ട്. താങ്ക് യു. അപ്പം ശ്രീകുട്ടി അച്ഛൻ എഴുതിയ ലെറ്റർ ദേ എന്റെ കയ്യിലുണ്ട്. അതിന്റെ അകത്താണ് ലെറ്റർ ഉള്ളത്. ലെറ്ററും വേറെ എന്താ ഉള്ളത്? ഒരു ട്രോഫിയോ? ഇത് അച്ഛന് അറിയില്ലായിരുന്നു? അച്ഛന് അറിയാത്ത ഒരു ട്രോഫി ഉണ്ട് കേട്ടോ. കൺഗ്രാറ്റ്സ്, യു ആർ ദ ബെസ്റ്റ്. അടിപൊളി. യു ആർ ദ ബെസ്റ്റ് കിഡ്ലൻ. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ലെറ്റർ ഉണ്ട്. ഇത് കണ്ടോ? ഇത് ശ്രീകുട്ടി അച്ഛനാണോ ഈ നടക്കുന്നത്? ഫ്രണ്ടിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. പാട്ട് പാടിക്കൊണ്ട് നടക്കുകയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഓപ്പൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ ഹാർട്ട് ബീറ്റ് ബിഹൈൻഡ് എവറി സോങ് എന്നാണ് എഴുതിയിരിക്കുന്നത് അച്ഛൻ. ഒരു കുഞ്ഞു ലെറ്റർ വായിച്ചോട്ടെ. എല്ലാ അച്ഛന്മാർക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ശ്രീകുട്ടിയുടെ ഒരു ലെറ്റർ വായിക്കുകയാണേ. അതെ, അച്ഛൻ കേക്കണേ, ശ്രീകുട്ടി എന്താ എഴുതിയതെന്ന് കേക്കണേ. ഡിയർ അച്ഛ, എവറി മെലഡി ബിഗിൻസ് വിത്ത് എ സിംഗിൾ നോട്ട്. ഫോർ മീ ദാറ്റ് നോട്ട് was you, not just as my father, but as the quiet strength behind every step of mine in this musical journey. When I was a little girl, humming different tunes, you were the one who carefully listened. You saw my dreams even before I could speak them aloud. You motivated me even when I felt like giving up. Today, I stand here on the stage of Flowers Top Singer. I carry not only my dreams, but also your sacrifices. We still fight. Oru smile undu. We still fight, but always enjoy the musical journey. I dedicate to you today your favorite song, and also to all the fathers who have always been our biggest support. From Shriya. സോജി ചേട്ടന് ഹാപ്പി അല്ലേ? ഹാപ്പി. ഇമോഷണൽ ആണോ? സന്തോഷം കൊണ്ടുള്ളതാണ് അല്ലേ? അച്ഛക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ സോങ്. അപ്പൊ അത് ഏത് പാട്ടാണ്? മുത്തുമണി തൂവൽ തരാം. അത് ആ സിനിമയിൽ അത് വിഷ്ണുവർദ്ധൻ സാറ് മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ പാടുന്ന പാട്ടല്ലേ? അല്ലേ, മക്കൾക്ക് വേണ്ടി പാടുന്ന പാട്ട് കൗരവറില്. യെസ്, ബാക്കി ഡീറ്റെയിൽസ് SP വെങ്കടേഷ് സാർ. ഇയർ 1992, ലിറിക്സ് കൈതപ്രം സർ, സിംഗർ യേശുദാസ് സർ. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീയയുടെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ശ്രീയയിൽ നിന്ന് നമുക്ക് കേൾക്കാം അല്ലേ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
വെരി നൈസ് വെരി നൈസ് What a song. കുട്ടി. എന്തൊരു മെലഡിയാണ് ഈ പാട്ട് എന്ന് പറയുന്നത്. എസ് പി വെങ്കടേഷ് സാറിന്റെ പല പാട്ടുകളും നമ്മളെ ഇങ്ങനെ ഒരു തൂവൽ സ്പർശമാണ്. അതെ അതെ. അതിങ്ങനെ നമ്മളെ തൊട്ട് തലോടി നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് നമ്മളെ ഇങ്ങനെ ഉറക്കി കടത്തി താരാട്ടൊക്കെ പാടും. അങ്ങനെ ഒരു പാട്ടാണ്. രാത്രിയൊക്കെ ഇങ്ങനെ കേട്ട് കടന്നുറങ്ങാൻ പറ്റിയ ഒരു പാട്ടാണ്. അപ്പോൾ ഇതിൽ അച്ഛന്റെ ഒരു താരാട്ടുണ്ട് തീർച്ചയായിട്ടും. ആ സിനിമയിലും അതുപോലെയാണല്ലോ അതെ. അല്ലേ? വിഷ്ണുവർദ്ധൻ sir. അപ്പൊ ഈ അച്ഛന്റെ ആ താരാട്ട് അവിടെ പാട്ടായിട്ട് കിട്ടിയതും ആ പാട്ട് തിരിച്ച് അച്ഛന് കൊടുക്കുന്നതും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു. അവിടെയാണ് അതിന്റെ അൾട്ടിമേറ്റ് ബ്ലിസ് എന്ന് പറയുന്നത്. അച്ഛനോട് പറയട്ടെ, എനിക്ക് 2 ആൺകുട്ടികളാണല്ലോ. അപ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും, ഇപ്പോഴല്ല, ഇപ്പോൾ അവർ വലിയ വലിയ ആൾക്കാരായി. അപ്പോൾ പണ്ടൊക്കെ ഞാൻ വീട്ടിൽ ഒത്തിരി റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഉമ്മറത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ വരുമ്പോഴത്തേക്കും ആദ്യത്തെ ആള് വരുമ്പോഴത്തേക്കും ആഴ്ച, രണ്ടാമത്തെ ആള് പിന്നെ കുറെ കഴിഞ്ഞിട്ടായിരിക്കും വരണേ. അപ്പൊ അയാൾ വന്നിട്ട് പറയും, അച്ഛപ്പത്തി ഓക്കെ അച്ഛാ. അതാണ് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന്റെ ഒരു വ്യത്യാസം. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് ഈ അച്ഛന് നന്നായിട്ട് അറിയാമത് തീർച്ചയായിട്ടും. അപ്പൊ അത് അവരുടെ മനസ്സിലും സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ വളരെ പോലെ തന്നെയാണ് എന്റെ മക്കൾ. മധുലും എനിക്ക് പറയുമ്പോ ആലോചിക്കുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ. ഹായ് അച്ഛ, അച്ഛനെ പോകുന്ന ഇതുപോലെ തന്നെ ഒരാള്. നമ്മുടെ ക്യാപ്റ്റന് ഏറ്റവും ഇഷ്ടമുള്ള ആള് അച്ഛനാണ്. അതെ അതെ. അപ്പൊ അച്ഛന്റെ കഥകളാണ് പറയുന്നത്. വൈകിട്ട് സമയം അതിനുവേണ്ടി സ്പെസിഫിക് ആയുള്ള സമയം വെച്ചിട്ട് അച്ഛന്റെ കൂടെയുള്ള നിമിഷങ്ങളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നാണ്. അങ്ങനെയാണ് പല പാട്ടുകളും കേട്ടെന്നാണ് പറയുന്നത്. എന്റെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്തതില് വലിയൊരു പങ്ക് എനിക്ക് തോന്നുന്നു അമ്മേനേക്കാളും അച്ഛനുണ്ട്. എനിക്ക് തോന്നുന്നു മൈ സെൻസ് ഓഫ് ഫീലിംഗ് സേഫ്, മൈ സെൻസ് ഓഫ് ഫീലിംഗ് ലവ്ഡ്, സ്നേഹം, പ്രൊട്ടക്ഷൻ, ആ സേഫ്റ്റി, അതൊക്കെ അച്ഛൻ്റെ അടുത്തു നിന്നാണ് കിട്ടുന്നത്. അത് തന്നെയാണ് ആ സ്നേഹമാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും. അത് അവിടെ നിന്ന് ഇങ്ങനെ ഫീൽഡായി വരുന്നത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്ന ഒരു പൊതു തത്വമായിട്ട് എപ്പോഴും പെൺമക്കൾക്ക് അച്ഛനോടും അതുപോലെ ആൺകുട്ടികൾക്ക് അമ്മയോടും ഇതൊരു പൊതു തത്വമാണ്. പല സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും, എന്നാലും അങ്ങനെ ഉണ്ട്. അപ്പൊ ഈ സ്നേഹത്തിന്റെ ഒരു പാലാഴി ഈ പാട്ടിൽ ഉണ്ടായിരുന്നു പാടിയപ്പോ. അതിനാണ് കൈയടി കേട്ടോ. പിന്നെ എനിക്ക് തോന്നി കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ എൻ കനവില്, അല്ലെ? അപ്പൊ അത് ഒരു ബ്രത്തി പാടാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം അതിനു മുമ്പേ താരാട്ടാൻ കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്. അവിടെ നല്ലൊരു ബ്രത്ത് എടുക്കണം, ഒരു ബി 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 എടുക്കണം, എന്നിട്ട് അത് പാടണം. അപ്പൊ അത് പറ്റും. അതുപോലെ ഈ ചെറു പൂങ്കാറ്റായി ഇവിടെ സംഗതിയെ പാടിയില്ലേ മേളിലോട്ട്, അവിടെ നമ്മൾ കംപ്രസ് ചെയ്യരുത് പാട്ടിന്. അപ്പൊ അത് അങ്ങനത്തെ പ്രാക്ടീസ് വേണം. കാരണം ഇവിടെ ഒരു വെൽവെറ്റ് വോയിസ് ഉണ്ട്. ഒന്നാമത് പാട്ടേ ഒരു ഫെദർ ടച്ച്, അതിന്റെ കൂടെ ഈ തൂവൽ സ്പർശം കൂടിയാണ്. നമ്മള് മൊത്തം ഭയങ്കര ഇങ്ങനെ ഫ്ലോ ചെയ്ത് കിടക്കുന്ന അപ്പുപ്പന്താടി പോലെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് നടക്കുന്ന പോലെ തോന്നും. അപ്പൊ ആ രീതിയിലാണ് ബാക്കിയുള്ള മിക്ക സ്ഥലങ്ങളും. ഈ സൂര്യകാരുണ്യം, ആ കാരുണ്യം, അതുപോലുള്ള ചില വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഈ വെൽവെറ്റ് വോയിസിൽ ഈ പാട്ട് ഏറ്റവും സ്നേഹാർദ്രമായിട്ട് കേട്ടതിന്റെ ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് അങ്കിൾ ഇന്ന് ഇരിക്കണം. നല്ല കളർ കോമ്പിനേഷൻ. ഒറ്റ ഉടുപ്പാണല്ലോ അല്ലേ? കൊള്ളാൻ, എന്തായാലും നന്നായിട്ടുണ്ട്. ആരാ സെലക്ട് ചെയ്തേ? അമ്മ. നല്ല. അതെ, ആൺകുട്ടികളുടെ അച്ഛനായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ പിടികിട്ടുന്നു? കാരണം ഞാൻ ദിവ്യക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ എനിക്ക് പാട്ട് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ നല്ല ഉഗ്രൻ വോയിസ് ആണ്, പട്ടുപോലെ മൃദുലമായ ശബ്ദം. അതിനാണ് വെൽവെറ്റ് വോയിസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്കും തോന്നിയത് ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഒതുക്കുന്നുണ്ട്, അത് ഓപ്പണായിട്ട് പാടണം എന്ന് എനിക്ക് തോന്നി. പിന്നെ കുറച്ച് ക്രാക്ക് വോയിസിന് ഇങ്ങനെ ഒരു അതായത് കരളിൽ വിളങ്ങി എന്നുള്ളിടത്ത് അനുപല്ലവി തുടങ്ങിയ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വോയിസിന്? കുറച്ചൊരു കോൾഡ് ഉണ്ടായിരുന്നു. പിന്നെ ഓവർ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടോ പ്രാക്ടീസ് ചെയ്ത്? കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ? ഇല്ല. വോയിസ് റെസ്റ്റ് ഒക്കെ കൊടുക്കുന്നില്ലേ? അതൊക്കെ ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. അതെനിക്കൂടെ അച്ഛനോടുള്ള സ്നേഹം ആ പാട്ടിൽ നിറഞ്ഞു നിന്നിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛന് ഇഷ്ടപ്പെട്ടോ?
അച്ഛനോട് ഇമോഷണൽ ആയിട്ട് ഇരിക്കട്ടോ, കണ്ണൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടായത്. ഇതല്ലേ? അതെ അതെ. ഞാനും ചിലപ്പോ വീട്ടിലൊക്കെ ചുമ്മാ എല്ലാവരും ആരെങ്കിലൊക്കെ വരുമ്പോ കരോക്കയില് ചുമ്മാ പാടുമ്പോ ഈ പാട്ടെടുത്ത് പാടാറുണ്ട്. പ്രത്യേക രസമാണ് ഈ പാട്ട് പാടാൻ. പ്രയാസമൊക്കെ വരുമ്പോ ഈ പാട്ട് കേക്കാൻ അല്ലേ? കേൾക്കാനൊരു സുഖമാണ്. കൊള്ളാം. അപ്പൊ മോള് പാടിയത് ഇഷ്ടപ്പെട്ടു. മോളുടെ സ്നേഹം ആ പാട്ടിലുണ്ടായിരുന്നു. ഓ തീർച്ചയായും. അല്ല, ഞാൻ ജയചന്ദ്രൻ സാറ് പറഞ്ഞോട് പൂർണ്ണമായി യോജിക്കുന്നു. പെൺമക്കളാണെങ്കിൽ ഒരു ഹഗ് കിട്ടാനും അതെ 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 അതെ. ബോഡിയിലൂടെ പാഞ്ഞു നടക്കാനും 2 പെൺകുട്ടികളാണ് എനിക്ക്. പെൺകുട്ടിയാണ്. ആണോ? ആ ഓക്കെ ഓക്കെ. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. പോയെ പോച്ച്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മകളെ അഡോപ്റ്റ് ചെയ്താൽ മതി. അതെ, ഞാൻ ദിവ്യയുടെ അടുത്ത് കുറെ പറഞ്ഞു നോക്കി, പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. അല്ല, ഇവിടെ എല്ലാവരും നമ്മുടെ മക്കളാണല്ലോ, മക്കളും കുഞ്ഞുമക്കളൊക്കെയാണ്. അപ്പൊ ശ്രീ അങ്ങനെയാണ്, നമുക്ക് മകളെ പോലെ തന്നെയാ. പേര് വരെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു സത്യത്തില്. എന്തായിരുന്നു പേര്? ഭദ്ര. ശ്രീകുട്ടി യെസ് മാം. ഭയങ്കര കാമായിട്ടാ പാടിയത് കേട്ടോ ഇപ്രാവശ്യം. അതിന്റെ ഒരു വ്യത്യാസവും അതിന്റെ ഒരു സർ പറഞ്ഞ പോലെ ഒരു ഫെദർ ടച്ച്, ഒരു എക്സ്ട്രാ ടച്ച് അതുകൊണ്ട് അതിലുണ്ടായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് ശ്രീകുട്ടി ഇപ്രാവശ്യം പാട്ട് പാടിയത്. ആകെ ഒരു കാര്യം, കുറച്ച് സ്ഥലങ്ങളിൽ പ്രൊനൗൺസിയേഷൻ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാടുമ്പോൾ കണ്ണീർ കുരുവികളെ എന്ന് പാടുന്നതും കണ്ണീർ കുരുവികളെ എന്ന് പാടുന്നതും വ്യത്യാസമുണ്ട്. ആദ്യത്തേന് ചെറിയൊരു ലേ എന്ന് പറയുമ്പോൾ എന്താവും, കുറച്ച് നേസൽ ടോൺ കൂടിയിട്ട് നമ്മൾ പറയുന്ന അക്ഷരം അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. ലേ അങ്ങനെ വരും. ലേ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അത് പാടുമ്പോൾ മാത്രമല്ല, ലിറിക്സ് എഴുതി പഠിക്കില്ലേ, അപ്പോൾ ഉറക്കെ വായിച്ചു നോക്കിയാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ശരിയാവും. അത് മാത്രമല്ല ശ്രീകുട്ടി, മൊത്തത്തിൽ നല്ല പ്രോഗ്രസ് ഉണ്ട്, നല്ല രസത്തിൽ പാടുന്നുണ്ട്, സ്റ്റേജിൽ നല്ല കാമാണ്, ആ പേടിയൊക്കെ അങ്ങ് മാറി. അതെ, ഫ്രീ ആയി. അപ്പൊ മാർക്കിലേക്ക് അടക്കാം. അപ്പോ അച്ഛന് വേണ്ടിയിട്ടുള്ള ഈ പാട്ടില് ശ്രിയ ഈസ് ഗോയിങ് ടു ബി അവാർഡഡ് 97.25 on 100. താങ്ക് യു. അപ്പൊ ശ്രിയ, യെസ് ഇത് മാത്രമല്ല, വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. ദ പെർഫോമർ ഓഫ് ദി ഡേ. താങ്ക് യു. അതാരാ? ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നേ പറഞ്ഞോളൂ. പക്ഷെ ഇപ്പൊ അവിടെ ശ്രീകുട്ടി അല്ലേ നിക്കുന്നത്, അപ്പൊ ശ്രീകുട്ടി ആയിരിക്കും ഞാൻ ആയിരിക്കും. അല്ലേ? അതെ അതെ അപ്പൊ അത് ഇന്ന് അവാർഡ് ചെയ്യുന്നത് ആരാണ്? അച്ഛനാണ്. അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാട്ട് പാടി, എന്നിട്ട് അച്ഛൻ തന്നെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കുന്നു മോൾക്ക്. ശ്രീയക്കുട്ടിക്ക് വില്ലിവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അച്ഛൻ ഹാപ്പി അല്ലേ? ഓ വളരെ ഹാപ്പി. ഭയങ്കര ഹാപ്പി. ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. MJ അങ്കിൾ, ഇനി നമുക്ക് എല്ലാവർക്കും ഒരു ലിറ്റിൽ ഏഞ്ചലിനെ കാണാൻ തോന്നുന്നില്ലേ? അതെ, നമ്മുടെ മാത്രം തമാശകൾ കേട്ട് നമുക്ക് തന്നെ ബോറടിച്ചുകൊണ്ട് നമ്മളൊരു ലിറ്റിൽ ഏഞ്ചലിനെ വിളിക്കാൻ പോവാണ്. നമ്മളിങ്ങനെ കാത്തിരിക്കത്തില്ല എന്ന് വെച്ചാൽ പാട്ടുകളെല്ലാം വരുമ്പോ ഇപ്പൊ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും കുറച്ച് സീരിയസ് പാട്ടുകൾ വരുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര കുറച്ചുകൂടെ അവര് സീരിയസ് ആയി മത്സരത്തില്. ഇത്ര നാളൊരു കളിചിരിയായിരുന്നു, പക്ഷെ ഇപ്പൊ അവര് കുറച്ചുകൂടെ സീരിയസ് ആയി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിനെ കാണുന്ന സമയത്ത് മൊത്തത്തിലൊരു സമാധാനം ഉണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു സമാധാനമുള്ള ലിറ്റിൽ ഏഞ്ചലാണ് വരാൻ പോകുന്നത്. പാട്ട് കേൾക്കാം നമുക്ക്. കേൾക്കാം. ഓക്കെ, അങ്ങനെ ട്രിവാൻഡ്രത്തു നിന്നും നമ്മുടെ ധനശ്രീ കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ധനശ്രീ ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഹായ്. അങ്കിള് കണ്ടിട്ടുണ്ടോ? എപ്പോഴാ കണ്ടത്? ഷൂട്ടിന് വന്നപ്പോ കണ്ട്. അന്ന് ഷൂട്ടിന് വന്നപ്പോ കഴിഞ്ഞ കണ്ട് ദിവസം. അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെ കണ്ടിട്ടുണ്ടോ? സുഖം. എന്നെ കണ്ടിട്ടുണ്ടോ? ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഓ, പക്ഷെ നമ്മള് ഷൂട്ടിന് വന്നപ്പോ കണ്ടില്ലല്ലോ. അപ്പൊ പരിചയമുണ്ടോ എന്നെ? ടിവിയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. മീനുട്ടി ഇഷ്ടമാണോ? ആണോ? ഒത്തിരി ഇഷ്ടമാണോ? ഞങ്ങളെയോ ഇഷ്ടമാണോ? ഞങ്ങളെ ഇഷ്ടമാണ് എല്ലാരും. നമ്മുടെ അമ്മുക്കുട്ടിയെ പോലെയാണെന്തോ. അതെ അതെ അല്ലേ? എല്ലാം വീട്ടിലിങ്ങനെയാണോ? അമ്മയുടെ അച്ഛനോട് ചോദിക്കട്ടെ. വീട്ടില് ചേട്ടനുണ്ടെങ്കിൽ ഭയങ്കര ബഹളമാണ്, ഇല്ലെങ്കിൽ കുറച്ച് സൈലന്റ് ആണ്. ഇവിടെ ഉണ്ട് ഒരു ചേട്ടൻ, മധുചേട്ടൻ. അതെ. മധുചേട്ടനടുത്ത് സംസാരിച്ചേ. ഹലോ. ആ കുട്ടേട്ടനും നല്ലതാ.
സംസാരിക്കാൻ. ചേട്ടൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കൂ? ചെറുതായിട്ട്. ആണല്ലേ? ചെറുതായിട്ട്. അതോ ചേട്ടനാണോ വഴക്കുണ്ടാക്കണേ? ചേട്ടനും ഞാനും. ആണോ? രണ്ടുപേരും. എന്ത് പറഞ്ഞ വഴക്കുണ്ടാക്കണേ? എന്ത് കാര്യത്തിനാ? ടിവിയുടെ റിമോട്ട് വാങ്ങിക്കാനോ? ആണോ? ആ. അത് ശരി. അപ്പൊ വീട്ടിൽ എന്താ പേര് വിളിക്കണേ? ശ്രീകുട്ടി. ശ്രീകുട്ടിയാണോ ഈ കുട്ടി? ആ കുട്ടിയാണ് ശ്രീകുട്ടി. നമുക്ക് ഇനി ഏത് ശ്രീകുട്ടി സ്കൂളാ? എന്ന് വിളിച്ചാ മതി. അതെ. ചിന്മയ വിദ്യാലയ വഴുതക്കാട്. 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 ആ എനിക്കറിയാം ആ സ്കൂള്. അതിന്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. അതാണ് MBS യൂത്ത് കൊയർ എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് പണ്ട് അങ്കിള് പോയി അവിടെയായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. ഈ കുട്ടി പണിയിട്ടുണ്ടായിരുന്നത്. LKG ആണോ UKG ആണോ? ഒന്നില്. മനസ്സിലായോ? ഷോ അത്രയായി കേട്ടോ. ആ, ഒന്നിലായില്ലേ? ഒന്നിലായി. ബിഗ് ആളാ. ബിഗായി. അതെ. ഈ ഉടുപ്പ് എവിടെ നിന്ന് കിട്ടി? അമ്മ വാങ്ങി തന്നെ. ആണോ? അമ്മ വാങ്ങി തന്നു. നന്നായിട്ടുണ്ട് കേട്ടോ. പാട്ട് ആരാ പഠിപ്പിച്ചിരുന്നത്? അച്ഛൻ. ആ, അച്ഛൻ. അച്ഛനാണോ പാട്ട് പഠിപ്പിക്കുന്നത്? അതെ. അച്ഛൻ പാട്ട് പാടുവോ? ആ. ആണോ? മ്യൂസിക് ഡയറക്ടർ. പാട്ടുകാരനാണ്. മ്യൂസിക് ഡയറക്ടറാ? മ്യൂസിക് ഡയറക്ടറാണോ? അച്ഛനാ? അത് ശരി. ഏതൊക്കെ അത് ശരി, ശരി. ചേട്ടാ ഞാൻ മ്യൂസിക് കോളേജ് കഴിഞ്ഞാണ്. ആണോ? അത് ശരി. സ്വാതിരുന്ന ആളാ? ആഹാ. ഗാനഭൂഷണം ഗാനപ്രകടനം കഴിഞ്ഞു. ആണല്ലേ? ആ. ഏത് പാട്ടാ മ്യൂസിക് ചെയ്തെന്ന് പറഞ്ഞത്? അല്ല ഇങ്ങനെ കുറച്ച് ആൽബങ്ങൾ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. പേര് എങ്ങനെ? അനിൽ ബാലകൃഷ്ണൻ. അനിൽ. ഓക്കെ. എന്നെ പഠിപ്പിച്ചിട്ടില്ലേ? അതെ. ഈ ശബ്ദം അല്ല, ഈ അനിൽ ബാലകൃഷ്ണൻ കേട്ടപ്പോൾ മധുജയെ പഠിപ്പിച്ചു. എവിടെയോ കണ്ടിട്ടുണ്ട്. മധു 1970 തൊട്ട് പാടാൻ മധു തുടങ്ങിയത്. ബാലകൃഷ്ണൻ. അതെ, മധു ബാലകൃഷ്ണൻ. അത് അതെവിടുന്ന് ശരി. വന്നു പെട്ടെന്ന്? അതിന്റെ ഇടയ്ക്ക് നമുക്ക് അച്ഛന്റെ പാട്ട് ഒരു 2 ലൈൻ കേൾക്കണ്ടേ? ധന്യോടവരോ ദാശരഥി ധന്യോടവരോ ദാശരഥി ധന്യോടവരോ ദാശരഥി ധന്യോടവരോ ധന്യോടവരോ ദാശരഥി ധന്യോടവരോ ദാശരഥി ദാശരഥി. അന്യോമന്തു ചിത്ത അന്യോമന്തു ചിത്ത മുനിയക ബ്രഹ്മ അന്യോമന്തു ചിത്ത മുനിയക ബ്രഹ്മ ആനന്ദാമൃത പാനമുജയ ശേധന്യോടവരോ ധന്യോടവരോ ദാശരഥി ധന്യോടവരോ ദാശരഥി ദാശരഥി. ധനിസ പദനി ഗപദ സരി ഗപദനി ധന്യോടവരോ ധനി ധനി പദനി ധനി ധ പദ ഭഗ ധ ഭഗ പരി ഗ പദനി ധനി ധന്യോടവരോ രി സ സ സരി രി സരി സ സരി സരി സ സരി സരി ഗ ഗ രി ഗ പദനി ധനി പനി ധ പദ ഭഗ ധ ഭഗ ഭഗ രി ഗ രി സരി 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 ധന്യോടവരോ
Re 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 sa. Re 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 sa. Re re sa re re sa re re sa sa re re sa re 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 sa sa re ga re ga pa ga pa da pa da ni da ni sa ni sa ri sa ni sa da ni sa pa da ni sa da ni da pa da ധന്യോടവരോ. ഓക്കെ, ആഹാ വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. ഹായ്. ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു പുള്ളിക്കാരത്തിയാണ് ഏറ്റവും വലിയ സപ്പോർട്ടും തുടങ്ങുന്നത്. അങ്ങനെ വളരെയധികം അതിൽ ഇൻവോൾവ് ആയിട്ട് ആണ്, കൂടെ പാടുന്ന പോലെയാ. അപ്പൊ കൂടെ ഉള്ളതാണ് മലയ മാരുതം എന്ന് തോന്നുന്നു. ശ്രീകുട്ടിയായി ഏതാണ് പാട്ട്? അത് ഇവിടെ ഇരിക്കുന്ന ഏതൊരു കുട്ടിയുടെ പാട്ടാണല്ലോ. നമ്മള് ഭയങ്കര സെറ്റല്ലേ, സെറ്റ് മിസ് അല്ലേ നമ്മളത് രണ്ടുപേരും അല്ലേ? ഞാൻ ഫ്രണ്ട് അല്ലേ? അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാമോ? മ്യൂസിക് പാടിയത് വിദ്യ ചേച്ചി, എഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാർ. ഓക്കെ. മ്യൂസിക് ആരാ? മധു ബാലകൃഷ്ണൻ. മധു ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ. എം ജയചന്ദ്രൻ. എൻ ജയചന്ദ്രൻ. Yes. അതാരാ? എൻ ജയചന്ദ്രൻ. അതെ, ആ കണ്ടോ, അതാണ് ദേ ഇരിക്കണു. ദോണ്ട അവിടെ. അവസാനം എന്നെ ചൂണ്ടിയിട്ട് എം ജയചന്ദ്രൻ പറയാ. കൺഫ്യൂഷൻ ആക്കല്ലേ. ഇത് ഞാൻ മ്യൂസിക്കൽ വൈഫ് കണ്ടവരെ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം ഇതുപോലെ കുഞ്ഞായിരുന്ന വിദ്യ. അതെ. മീൻകൂട്ടാ, എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. എന്താന്ന് വെച്ചാ ഇത് പാടിയത് വിദ്യയാണ്, ഒരു കുഞ്ഞു കുട്ടിയാണ്. കുഞ്ഞുകുട്ടി എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ. ഇപ്പൊ ഞാൻ മ്യൂസിക്കൽ വൈഫിൽ നോക്കുമ്പോഴത്തേക്കും ഈ പാട്ട് പാടുന്നത് വിദ്യ തന്നെ. വിദ്യ ഇപ്പൊ ഒരു അമ്മയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എത്രയോ വർഷമായി കണ്ടിട്ട് വിദ്യയെ. പണ്ടൊരു കാട്ടിലെത്തി മുന്തിരി കണ്ട് കൊതിച്ച് താക്കില് വെള്ളം കുതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. വിദ്യക്ക് ഒരു വലിയൊരു ഹായ്. വിദ്യ അതിൽ പാടിയ പാട്ട് ഞാൻ കേട്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ പാട്ടെന്ന് അറിയുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ശരിക്കും അഭിമാനം തോന്നി കേട്ടോ. അതുപോലെയാണ് നമ്മുടെ കുഞ്ഞ് ഇന്നിപ്പോ ഇങ്ങനെ പാടുന്നു. കുറെ കാലം കഴിയുമ്പോഴത്തേക്കും വലിയ പാട്ടുകാരിയാവൂലേ? അതെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ശ്രീകുട്ടി? അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോവാം. പാടാം, നമുക്ക് തുടങ്ങാം. സിനിമയുടെ പേര് പറഞ്ഞില്ലല്ലോ. വെള്ളി നക്ഷത്രം. വർഷം അറിയാമോ? 2004. വെരി ഗുഡ്. തുടങ്ങാം. മിടുക്കി. All the best. Thank you. All the best. Thank you. അത്തിരി ഇത്തിരി പരങ്ങി താളി സെറ്റുമിസാ അച്ഛനും കൊച്ചനും എത്തിയും സെറ്റുമിസാ അത്തിരി ഇത്തിരി പരങ്ങി താളി സെറ്റുമിസാ അച്ഛനും കൊച്ചനും എത്തിയും സെറ്റുമിസാ.
സൂപ്പർ കലക്കി. അമ്മയുടെ അടുത്ത് ഇതുവരെ സംസാരിച്ചില്ലല്ലോ. നമ്മുടെ മകൾ ഇവിടെ വന്നിരിക്കുമ്പോ എന്താണ് അമ്മയ്ക്ക് തോന്നുന്നത്? സന്തോഷമുണ്ട്. ഇവിടെ വരാനൊരു നിമിത്തമായത് മൂത്ത മോനാണ്. ഫ്ലവേഴ്സിന്റെ ആദ്യത്തെ ഓഡിഷൻ കഴിഞ്ഞു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ പോയിട്ട് എന്തായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കിട്ടാൻ ചാൻസ് ഇല്ല, ഒത്തിരി കുട്ടികൾ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല ടാലൻ്റുള്ള കുട്ടികളാണ്, അപ്പം നമുക്ക് പ്രതീക്ഷയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇല്ല അമ്മേ, കിട്ടും അവൾക്ക് എന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 9 ഒരു ആക്സിഡൻറ്റിൽ മോൻ ഞങ്ങളെ വിട്ടു പോയി. പോകുന്നതിൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞു, ഫ്ലവേഴ്സിൽ വിളിക്കും, അമ്മ അവളെ കൊണ്ടുപോകണേന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഇവരോട് പറയുന്നത്, ഇല്ല മക്കളെ വിളിക്കുകയൊന്നുമില്ല, ഇല്ല അമ്മ ഉറപ്പായിട്ടും വിളിക്കും, എന്തു വന്നാലും അമ്മ കൊണ്ടുപോകണം, അച്ഛന് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അമ്മ കൊണ്ടുപോകണം, ഞാനും വരാം എന്ന് പറഞ്ഞു. മോനൊരു ആക്സിഡന്റ് ആയിരുന്നു. ഓഗസ്റ്റ് 9 രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതു, തിരികെ നെയ്യാറ്റിൻകര കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴുതു വീട്ടിലേക്ക് വരുമ്പോഴാ ഫ്രണ്ടിൽ നിന്ന് ഒരു ലോറി പോയിട്ട് അതിൽ നിന്ന് എന്തോ ഇളകി വീണവരെ വണ്ടി തട്ടിയെന്നാ പറഞ്ഞേ. മോനും സ്പീഡല്ലായിരുന്നു, ആ ഫ്രണ്ടിലെ വണ്ടിയും സ്പീഡല്ലായിരുന്നു. അപ്പൊ ഇവൻ തലേ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണിത്. ചടങ്ങിന്റെ തലേ ദിവസമാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ നിന്ന് വിളിക്കുന്ന ഫസ്റ്റ് ഓഡിഷന് സെലക്ഷൻ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾക്കത് സന്തോഷിക്കാനുള്ള ഒരു ആയിരുന്നില്ല. പക്ഷെ അവൻ്റെ ഒരു ആഗ്രഹമാണ്. അവൻ തലേ ദിവസവും എന്നോട് പറഞ്ഞ കാര്യം, അവൻ്റെ ഒരു കാര്യം കഴിഞ്ഞിട്ട് തന്നെ വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള അതിശയമാണ് തോന്നിയത്. പിന്നെ അവന് വേണ്ടി വരും പോലെയാണ് സെക്കൻഡ് ഓഡിയേഷന് വന്നത്. സെക്കൻഡ് ഓഡിയേഷന് വന്നിട്ട് പ്രാക്ടീസേക്ക് ഒന്നും ചെയ്തില്ല, മോക്ക് പറ്റുന്ന പോലെ ചെയ്തിട്ട് ആ ചേട്ടൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. ഇറങ്ങിയപ്പോൾ അവൻ മോള് തന്നെയാണ്, അമ്മ ഞാൻ ചേട്ടനോട് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മോൻ്റെ ഫോട്ടോയിൽ തൊഴുതിട്ടാണ് അവൾ ഇറങ്ങിയത്. എന്നിട്ട് ഇവിടെ വന്നു. അന്നും ഓഡിയേഷൻ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത് വിളി വരുന്നതും മോൻ്റെ ഇങ്ങനെ അസ്ഥി നിമഞ്ജനം ചെയ്തിട്ട് വന്ന് വീട്ടിൽ കയറിയപ്പോഴാണ് വരുന്നത് സെക്കൻഡ് ഓഡിഷനിൽ നിന്ന് സെലക്ഷൻ ആയെന്ന്. അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോഴും അവനില്ല. പക്ഷെ അവന്റെ ആത്മാവ് എവിടെയായിരുന്നു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നത്. മോന് 19 വയസ്സായിരുന്നു. ഇനി ഞങ്ങൾക്ക് വേറൊരു മോനും കൂടി ഉണ്ട്. നോക്കിപ്പം 6 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പം അവൻ എൻ്റെ കളിപ്പാട്ടമാണെന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ തോളി വെച്ച് കൊണ്ട് നടക്കും. അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ട് രണ്ടുപേരും തമ്മിൽ. അവന് വേണ്ടിയാണ് ഈ ആ മോൻ്റെ ചിലപ്പം പ്രാർത്ഥനയും കൊണ്ടും അനുഗ്രഹം കൊണ്ടും ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ ഈ വേദിയിൽ വന്നത്. ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന ഒരു വേദിയാണല്ലോ. ഞാനൊരു ഡാൻസറാണ്, നമ്മളൊക്കെ അതുകൊണ്ട് സ്വപ്നം കാണുന്ന ഒരു വേദിയാണ്. പക്ഷേ അത്രയും ആഗ്രഹിച്ച മോനില്ലാത്ത ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് അവൻ്റെ അനുഗ്രഹം കൊണ്ട് മോള് ഏതെങ്കിലും ഒരു നല്ല ലെവലിൽ എത്തുമെന്ന് ഞാൻ സ്വപ്നം കാണുന്നു ഒരു അമ്മ എന്ന നിലയിൽ. ലൈഫ് എന്ന് പറയുന്നത് പലപ്പോഴും മിസ്റ്ററിയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമുക്കൊന്നും ഓരോ നിമിഷവും അറിയുന്നില്ല. ഈ കഥ കേട്ടിട്ട് സത്യത്തിൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതായത് അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവും, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതേ പല വഴികളിലൂടെയും ഞാനും ജീവിതത്തിൽ സഞ്ചരിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കത് അറിയാം, അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന്. അപ്പോൾ കുഞ്ഞിന് തീർച്ചയായിട്ടും ആ സംഗീതത്തിൻ്റെ ഒരു വഴിയും അതുകൊണ്ട് തന്നെ ആകും ഒരുപക്ഷെ ഇവിടെ ഈ ടോപ്പ് സിംഗറിൽ ഈ സീസണിൽ ഇവിടെ നമ്മുടെ കുഞ്ഞ് എത്തിപ്പെട്ടതെന്ന് തോന്നുന്നു. ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ നമ്മൾ ഉണ്ടെന്നുള്ള പൂർണ്ണമായിട്ട് എല്ലാ രീതിയിലും നല്ല ഒരു സംഗീതത്തിൻ്റെ വഴിയിലേക്ക്
ഗൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നായിക്കൊണ്ട് നമ്മുടെ കുഞ്ഞിന് കൊടുക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതൊരു അങ്ങനെ നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ പറയാം. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഇന്ന് ഗംഭീരമായിട്ട് പാടി കേട്ടോ. ആ, നമ്മുടെ അമ്മുക്കുട്ടി തന്നെ കേട്ടോ. കുറച്ച് വാക്കുകളെ പറയുള്ളൂ, പക്ഷെ പറയുന്നത് വളരെ കൃത്യമാണ്. അതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ പ്രത്യേകത. നമ്മൾ സെറ്റല്ലേ? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? നമ്മൾ പാട്ടിൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്നിച്ചാണ് എപ്പോഴും, നമ്മൾ 4 പേര് ഒന്നിച്ചാണ് നമുക്ക് പാടേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ചേച്ചിയും കൂടെ ഉണ്ടാണ്, മീനൂട്ടി ചേച്ചിയും ഉണ്ട് കേട്ടോ. നമ്മൾ 5 പേരും കൂടെ ഒന്നിച്ചാണ് ഇനി ഇങ്ങനെ പോണേ കേട്ടോ. അങ്കിളിന് ഒത്തിരി ഇഷ്ടമായി കേട്ടോ, ഒത്തിരി 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 ഇഷ്ടമായി. അന്ന് വിദ്യയെ പാടിപ്പിച്ചപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്കിളിന് ഇപ്പൊ കുഞ്ഞു പാടിയപ്പോഴും എനിക്ക് ഇഷ്ടമായി കേട്ടോ. ധനശ്രീ കുട്ടി, ഈ ഒരു പാട്ടോടുകൂടി ഇവിടുത്തെ ധനമായി മാറി, ധനശ്രീയായി, ഇവിടത്തെ സ്വത്തായി, ഇവിടത്തെ സ്വത്ത്, ഇവിടത്തെ മുത്ത് കേട്ടോ. വളരെ ഇഷ്ടമായി മധു അങ്കിളിന്, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. മിടുക്കിയാണ് കേട്ടോ, വളരെ മിടുക്കിയാണ്. എന്തായാലും ചേട്ടൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ചേട്ടനത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞു ഇവിടെ സെലക്ഷൻ ആവും എന്നുള്ള കാര്യമൊക്കെ അല്ലേ? ധനശ്രീ കുട്ടി ഇപ്പൊ എല്ലായിടത്തും അറിയാമല്ലോ, എല്ലാം ലോകം മുഴുവൻ കാണും ഇപ്പോ ചേട്ടന്റെ ആഗ്രഹം പോലെ. ഇനി അതുപോലെ തന്നെ മോൾ ഫേമസ് ആവട്ടെ, വളരെയധികം ഫേമസ് ആവട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും. ഓക്കെ. ശ്രീകുട്ടി, എന്ത് രസത്തിലാ പാടുന്നേ. നമ്മുടെയും ബൊമ്മക്കുട്ടിയാണ്, ചേട്ടന്റെ ബൊമ്മക്കുട്ടി പോലെ നമ്മുടെയും ബൊമ്മക്കുട്ടിയാണ്. നല്ല രസത്തിൽ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ, ഇത് ഒരു കഥയാണല്ലേ ഈ പാട്ട് അല്ലേ? മുന്തിരി മോഹിച്ച കുറുക്കന്റെ കഥ. ഞാൻ അതുപോലെ കുറച്ച് പാട്ടുകൾ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആമയും മുയലും പന്തയം വെച്ച കഥയുള്ളൊരു പാട്ട്, ഒരു അമ്മ ഞണ്ടും കുട്ടി ഞണ്ടും കൂടെ സംസാരിക്കുന്ന ഒരു പാട്ട്, അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വെച്ചു. പക്ഷെ അതെ അതെ, അതൊക്കെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ശ്രീകുട്ടിക്ക് പാടിത്തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊരുത്ത് വെച്ചതായിരുന്നു. പക്ഷെ അമ്മയുടെ ഇത് സംസാരം കേട്ടപ്പോൾ എനിക്ക് എല്ലാം മറന്നു. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ശ്രീകുട്ടിയുടെ കൂടെ ഇവിടെ ചേട്ടൻ എപ്പോഴും ഉണ്ട്, കൂടെ ഞങ്ങളും ഉണ്ട്. മീനൂട്ടിയും MJ സാറും മധുചേട്ടനും ഞാനും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. നല്ല ബെസ്റ്റ് സിംഗറായി മാറും ശ്രീകുട്ടി. ഓക്കെ, മിടുക്കിയാണ്. ശ്രീകുട്ടി, മിഠായി ഇഷ്ടാണോ? സ്വീറ്റ്സ് ഇഷ്ടാണോ? ശരിക്കും? ഏത് ചോക്ലേറ്റാ ഇഷ്ടം? ഏത് മിഠായിയാ? ഏത് ചോക്ലേറ്റാ? ഏതെങ്കിലും ആണോ? എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണല്ലേ? എന്നാ പിന്നെ ഞങ്ങളൊരു മഴ പെയ്യിക്കട്ടെ? മിഠായിയുടെ മഴ, ചോക്ലേറ്റ്സിന്റെ മഴ വരട്ടെ. ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുര മഴ പോരട്ടെ.
പദ സരി രി ഗ സരി ഗ പദ സ പദ പദ രി ഗ സരി സദ പദ സരി രി ഗ സ പദ പദ രി ഗ സരി സദ പദ സരി രി ഗ സരി ഗ പദ സ പദ പദ രി ഗ സരി സദ പദ സരി രി ഗ പൊൻകസവുനൊറിയും പുതുനിലാവ കളഭമൊഴിഞ്ഞു സ്വർഗം തുറന്നു വരും സ്വപ്നം മധുമധുര മന്ദാര മലർ ചൊരിഞ്ഞു മിഴികളിൽ അഴകിൻ മഷിയെഴുതൂ നീ ഹൃദയമൃദംഗം തരളിതമാക്കൂ പുതിയൊരു പുളകം പൂത്തുവിടുന്നു സരി ഗപ ഗ പദ സഗരി സ ഹരിരരരദി ഗജനു ഗജതി ദിം തകിടകോ ദിരന ദിര ദിന ദിന ദിരന ദിന ദിന ജനു ഗജതി ദിം തകിടകാ ജീവരാഗമധുലഹരീരാ സ്നേഹമെന്ന മണിശലഭമിതാ ജീവരാഗമധുലഹരീരാ സ്നേഹമെന്ന മണിശലഭമിതാ കൂടാരത്തിൻ പുളകമിതാ കുറുമൊഴി മുല്ല പൂക്കളിതാ കൂടാരത്തിൻ പുളകമിതാ കുറുമൊഴി മുല്ല പൂക്കളിതാ ഒന്നായി കതിരടി മലരെ കളിയാടൂ കരളുകൾ കുളിരും കഥ പാടൂ പുതിയൊരു പുളകം പൂത്തുവിടർന്നു സരി ഗമ ഗ പദ സ
വെരി നൈസ് വെരി നൈസ് ബ്യൂട്ടിഫുൾ. യെസ് ആര്യ ചേച്ചി, യെസ്. നമ്മൾ ഇന്നൊരു ഗുഡ് ഹാബിറ്റിനെ പറ്റി പറയാൻ പോവാണ്. ആ. ഈയിടെയായിട്ട് നമ്മൾ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ബ്രഷ് ബിഫോർ ബിഫോർ ബെഡ്. ബെഡ് എന്നുള്ളത്. അതായത് ഉറങ്ങുന്നതിന് മുന്നേ പല്ല് തേക്കണം. പല്ല് തേക്ക, രണ്ടുനേരം Yes. കൃത്യമായി നമ്മൾ പല്ല് തേക്ക. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് ചെയ്യണം. ഇന്ന് പോയിട്ട് ആര്യ ചേച്ചി പല്ല് തേക്കുന്നുണ്ടോ നീ അമ്മ അച്ഛൻ വിളിച്ച് ചോദിക്കും. തീർച്ചയായും ഞാൻ പല്ല് തേക്കും. നാളെ രാവിലെ എഴുന്നേറ്റ് പാടും ഞാൻ പല്ല് തേക്കും. ഗുഡ് ഗേൾ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും നമ്മളെ പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് നല്ലപോലെ എൻജോയ് ചെയ്ത് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചു. നാളെയും നമ്മൾ ഇതുപോലെ തന്നെ അടിച്ചു പൊളിക്കാനായിട്ട് കൃത്യസമയത്ത് എത്തും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.